ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം ചിന്തിച്ച് നിർത്തിയത്. അതിൻ്റെ 2-ാം ഭാഗം എന്ന് പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇവിടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു വാക്യത്തിൽ അവരെ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ, അവരുടെ പ്രത്യാശയും അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒക്കെ അവരെ കാണിച്ചിട്ട്, അതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്തിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, നാം ആദ്യം ദൈവത്തെ സ്നേഹിച്ചവരല്ല, ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. ദൈവം തൻ്റെ സ്നേഹം, തൻ്റെ പുത്രനെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗമായി നൽകിക്കൊണ്ട് ഒരു സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ മഹാസ്നേഹം എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ രക്ഷയുടെ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കി വെച്ചു. അത് നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടോ നമ്മളുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ നാം കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ തെറ്റിപ്പോയവരായിരുന്നു. നമുക്ക് ആർക്കും ഒരു യോഗ്യതയും പറയുവാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പ്രശംസിക്കുമ്പോഴും നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പ്രശംസിക്കുവാനായിട്ട് യാതൊരു അവകാശവുമില്ല. എന്ന് മാത്രവുമല്ല, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതായുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾ അതുകൊണ്ട് ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ തുടരേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹഭാജനമായിരിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ദൈവമക്കളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറയുന്നത് അത് അവസാനിക്കാത്തതാണ്. ഇതൊരു വളർച്ചയുടെ ഒരു പടവുകളാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളത്. എത്ര വളർന്നാലും ക്രിസ്തുവിനോളം ആകാത്തിടത്തോളം കാലം നമുക്ക് നാം പൂർണ്ണതയിലെത്തിയെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിനോട് നാം അനുരൂപരായിത്തീരുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഓട്ടം നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നാം സംതൃപ്തിയുടെ മനോഭാവത്തിലേക്ക് പോകേണ്ടുന്നതായിട്ടുള്ള ആവശ്യമില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് വളരെ ഏറെ പ്രാധാന്യവും സ്ഥിരതയും അതുപോലെ തന്നെ വളർച്ചയും ഉള്ളതായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതൊക്കെ ആയിരുന്നിരിക്കണം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോൾ, ആ വചനം എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിനെ നാം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ സുവിശേഷം വാക്കുകളായി മാത്രമല്ല എന്നാണ്. അത് ഇംഗ്ലീഷിൽ അത് അങ്ങനെ തന്നെയാണ്. വചനം എന്ന് പറയുമ്പോൾ അതിന് ഒരല്പം കൂടി വ്യത്യാസമുണ്ട്. വാക്കുകൾ, ഞങ്ങളുടെ സുവിശേഷം കേവലം വാക്കുകളായി മാത്രമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യാന്ത്രികമായ ഒരു സുവിശേഷ പ്രസംഗമല്ല ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ പ്രസംഗിച്ചത്. അത് കേവലം ഒരു തത്വശാസ്ത്രം എന്ന നിലയ്ക്കോ അതല്ല എങ്കിൽ ചില ഇൻഫർമേഷൻസ്, ചില വിവരങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളത് നിലയിലല്ല. നിങ്ങളെ കുറച്ചുകൂടി ബോധ്യങ്ങളുള്ളവരാക്കി തീർക്കുക, പരിജ്ഞാനമുള്ളവരാക്കി തീർക്കുക, അറിവുള്ളവരാക്കി തീർക്കുക എന്നുള്ള നിലയിലല്ല.
നിങ്ങളുടെ അടുക്കിലേക്ക് ഈ ഞങ്ങളുടെ സുവിശേഷം കേവലം ചില വാക്കുകൾ അടുക്കി വെച്ച് നിങ്ങളെ പ്രബുദ്ധരാക്കുന്ന ഒരു പരിപാടി ആയിരുന്നില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേവലം ചില തത്വങ്ങളോ അറിവുകളോ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ള നിലയിൽ ആയിരിക്കരുത്. അങ്ങനെ ആയാൽ ആ സുവിശേഷത്തിനൊരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത് എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് കുറെ വാക്കുകളെ എടുത്ത് മനോഹരമായി അതിനെ ആലങ്കാരികമായി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു പരിപാടിയല്ല. അതല്ല സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് അതിന് ജീവനുണ്ട്. കാരണം ആ സുവിശേഷത്തോടു കൂടി ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് സുവിശേഷം ജീവനുള്ളതായ വചനമാണ്. വചനം എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട്, എന്നാൽ വാക്കുകൾ എന്ന് പറയുമ്പോൾ അതിന് ജീവനില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ഇന്ന് പലപ്പോഴും സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് എത്രത്തോളം അവർക്ക് ബഹുജനത്തിന് ഈ വിവരങ്ങൾ കൈമാറുവാൻ കഴിയുക എന്നുള്ള നിലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അങ്ങനെ പ്രസംഗിക്കുവാൻ കഴിവുള്ള ആളുകളെ, പ്രസംഗ പാഠവുമുള്ളതായ ആളുകളെ ക്ഷണിക്കുകയും അവരെ കൊണ്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ. അതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കേവലം എത്ര മനോഹരമായി സുവിശേഷത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറം ആ സുവിശേഷത്തിന് അതൊരു ജീവനുള്ള വചനമായിട്ടാണോ അതെയോ കേവലം വാക്കുകളായിട്ടാണോ അത് മനുഷ്യരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യമാണ്. അത് അവതരിപ്പിക്കാൻ ഉള്ള പ്രാപ്തി എന്നുള്ളതിനേക്കാൾ അത് ആ വ്യക്തികളുടെ ജീവിതവുമായിട്ടും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലേഖനം, കൊലോസ്യ ലേഖനം നാം വായിച്ചപ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു നൽകേണ്ടതിന് വേണ്ടി, അത് യോഗ്യമായി അത് സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന ആവശ്യത്തെ നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു തരേണ്ടതാണ്. എത്രയോ വർഷങ്ങളായി പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിന്റെ പ്രസംഗത്തിന്റെ മേഖലയിലാണുള്ളത്. തനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് വെളിപ്പാടുകൾ ലഭിക്കുകയും അതിനനുസരിച്ച് നമുക്ക് അറിയാം ലേഖനങ്ങളൊക്കെ നമുക്ക് എഴുതി തരികയും ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം, അത് വേണ്ടും പോലെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കുകയും വേണം. ഇത് ഓരോ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ പ്രസംഗവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി, പരിശുദ്ധാത്മാവോടുകൂടി പോകേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ്. നാം പഠിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കുറെ വാക്കുകളോ വചനങ്ങളോ അത് എടുത്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും അതിനെ പ്രസംഗിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓരോ പ്രസംഗത്തോടും കൂടെ ദൈവം പ്രവർത്തിക്കുകയും ദൈവാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ജീവനുള്ള വചനമായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് എത്തപ്പെടും. അതല്ല എങ്കിൽ അത് കേവലം ചില വാക്കുകളായിട്ട് മാത്രമാണ് അവർക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത് എന്ന കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതേ കാര്യമാണ് ഇവിടെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും പിന്നെ ഒരു വാക്കുകൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട്, ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു എന്ന് ഒരു വാക്കുകൂടെ ഇവിടെ ചേർത്തിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ദൈവവചനം പല നിലകളിൽ പലരോടും സംസാരിക്കുന്നവരാണ്.
സഭായോഗങ്ങളിലും നാം ദൈവവചനം സംസാരിക്കുന്നവരാണ്. ദൈവമക്കളോട് ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നാം നടത്തുന്നവരാണ്. അപ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ബുദ്ധിയിലുള്ളതായ ചില വാക്കുകളെ മറ്റുള്ളവരുടെ അറിവിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ബൈബിളിലെ എല്ലാ സന്ദേശങ്ങളും സുവിശേഷ സന്ദേശങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ രക്ഷയിലേക്ക് നടത്തുന്നതായ ആ സന്ദേശം മാത്രമല്ല, ആ രക്ഷണ്യ ജീവിതത്തിൽ ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സന്ദേശങ്ങളും സുവിശേഷ സന്ദേശങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് മുതൽ അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെയുള്ളതായിട്ടുള്ള സകല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നതായ കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ കേവലം നമ്മളുടെ അറിവുകളെ പ്രദർശിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളായിട്ടല്ല, നമ്മുടെ ബുദ്ധിയിൽ നാം ശേഖരിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള വാക്കുകളെ ക്രമമായി അടുക്കി വെക്കുന്നതായിട്ടല്ല, നാം ദൈവസന്നിധിയിൽ സ്വീകാര്യരാണ് എങ്കിൽ ദൈവം നമ്മളിലൂടെ ആളുകളോട് സംസാരിക്കുമ്പോൾ അത് കേൾവിക്കാരൻ്റെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഓരോരുത്തരുടെ അടുക്കലും എങ്ങനെയാണ് ഇത് പ്രസ്താവിക്കേണ്ടത് എന്നുള്ളതിന് ആത്മാവിന്റെ ഒരു നിയന്ത്രണവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കാണാപ്പാടും പഠിച്ചു വെച്ചിട്ടോ അതല്ല എങ്കിൽ എഴുതി തയ്യാറാക്കിയതായിട്ടുള്ള പ്രസംഗങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടിരിക്കുന്നത്. അവിടെയൊക്കെയും മനുഷ്യന്റെ ബുദ്ധിതലത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ഇരിക്കുന്നു. ബുദ്ധി അവിടെ പ്രസക്തമല്ല എന്നതിനർത്ഥമില്ല. ബുദ്ധിയുള്ളവരായിരിപ്പിൻ, ബുദ്ധിശൂന്യരാവരുത് എന്നുള്ളതൊക്കെ വചനമാണ്. പക്ഷെ കേവലം അത് നമ്മുടെ ബുദ്ധിയുടെയോ അറിവിൻ്റെയോ നമ്മുടെ വായനയുടെയോ ഒരു പ്രകടനമല്ല ദൈവവചന സന്ദേശം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ബൈബിൾ കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രസംഗം നിങ്ങൾ അതിന് തയ്യാറെടുക്കുമ്പോൾ അത് മുഴുവൻ എഴുതി വെക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ള നിലയിലാണ്. അവിടെയൊക്കെ തികച്ചും അത് ഒരു മനുഷ്യന്റെ സ്വന്തം പ്രയത്നത്തിലുള്ള ഒരു കാര്യം, ആത്മാവിന്റെ ഒരു വ്യാപാരത്തിനുള്ള വഴി ഒട്ടുമില്ല എന്നല്ല, പക്ഷെ അതിനുള്ള വഴി പലപ്പോഴും അടച്ചു കളയുന്നതും അതിൻ്റെ ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ശക്തിയോടും പരിശുദ്ധാത്മാവിനോടും കൂടിയാണ് ദൈവത്തിന്റെ വചനം നാം എടുത്ത് ആരോടെങ്കിലും ഏത് അവസ്ഥയിലും പറയുന്നുവെങ്കിൽ അത് പറയേണ്ടത് എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഈ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു എന്നുള്ളതായ ഈ മലയാള തർജ്ജമ അതത്ര കൃത്യമായി ഈ കാര്യത്തെ മനസ്സിലാക്കുന്നതിന് സഹായകരമല്ല. യഥാർത്ഥത്തിൽ അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ഒരു സംശയലേശമിന്, അതായത് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക്, പൗലോസ് അപ്പോസ്തലനും തൻ്റെ കൂട്ടാളികളുമായിട്ടുള്ള ആളുകൾക്ക് അവർ പ്രസംഗിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ലായിരുന്നു. വളരെ കൃത്യമായ സന്ദേശമാണ് അവർ നൽകിയത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതായ വചനത്തിലെ ശരിയായിട്ടുള്ള ബോധ്യങ്ങൾ, ശരിയായിട്ടുള്ള ആത്മീകമായിട്ടുള്ള പ്രകാശനം വചനത്തെ സംബന്ധിച്ച് ലഭിച്ചതാണ് അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം. അതിൻ്റെ മൂലഭാഷയിലേക്കൊക്കെ പോയാൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബഹുനിശ്ചയത്തോടും കൂടെ, യാതൊരു സംശയവും ഇത് പ്രസംഗിച്ചതായിട്ടുള്ള അപ്പസ്തോലന്മാർക്ക്, ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. പ്രസംഗിക്കുന്ന ആൾക്ക് പോലും കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളില്ല എങ്കിൽ അതിൻ്റെ കേൾവിക്കാർക്ക് ആ ബോധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവവചനം അതിൻ്റെ നിഷ്കളങ്കമായ, സൂക്ഷ്മമായ, കൃത്യമായ ഒരു ദൈവവചനത്തിലുള്ള അറിവും പരിജ്ഞാനവും അത് പ്രസംഗിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നതായിട്ടുള്ള വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് അനേക സഭകൾക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പല കാര്യങ്ങളും അന്യോന്യം പരസ്പരം വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അവരവരുടെ പ്രസംഗങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ അവ തമ്മിൽ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും എല്ലാം ഒരേ സമയത്ത് ശരിയാവുക എന്ന് പറയുന്നത് സാധ്യമല്ല.
എന്നാൽ നാം ഞാൻ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എടുത്തിരിക്കുന്നതായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്, നാം ഒരു ദൈവവചന ഭാഗം പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഭാഗത്തോട്, നാം പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യത്തോട് വിരുദ്ധമായിട്ട് ബൈബിളിൽ മറ്റ് ആശയങ്ങളോ അതല്ല എങ്കിൽ മറ്റു വാക്യങ്ങളോ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളൊരു പ്രമാണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോ വചനത്തെയും നാം വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനം ആവശ്യമുള്ള മേഖലകളിൽ, വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാഖ്യാനം ആവശ്യമില്ല. എന്നാൽ വ്യാഖ്യാനം ആവശ്യമുള്ളതായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ വ്യാഖ്യാനം ഒരിക്കലും ബൈബിളിലെ പൊതുപ്രമാണത്തിനോ ആശയത്തിനോ മറ്റ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾക്കോ എതിരായിട്ട് വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതായിട്ടുള്ള ആളുകൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വളരെ കുറവാണ്. മറിച്ച് അവർ ഓരോരുത്തരും പഠിപ്പിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ബൈബിളിൽ ധാരാളം വാക്യങ്ങൾ ഉണ്ട്, അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള വാക്യങ്ങളുണ്ട്. അതൊക്കെ അവര് മനഃപൂർവ്വം വിട്ടുകളഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരം വാക്യങ്ങളൊന്നും അവര് തൊടുകയില്ല, അല്ലെങ്കിൽ അതിനെ അവര് ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റുവാനായിട്ട് മനുഷ്യന് അനുവാദമില്ല. അതിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തെ മാറ്റി കഴിഞ്ഞാൽ അത് ദൈവവചനമായിട്ടല്ല ഇരിക്കുന്നത്, അത് മനുഷ്യന്റെ വചനമായിട്ട് തന്നെ അത് ഇരിക്കും. അതുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് തോന്നിയതുപോലെ പഠിപ്പിക്കുവാനായിട്ടോ വ്യാഖ്യാനിക്കുവാനായിട്ടോ ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല. അതിനോട് കൂട്ടിച്ചേർക്കുന്നതും അതിൽ നിന്ന് കുറച്ച് കളയുന്നതും വളരെയേറെ ദൈവിക ഇടപെടലിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം എവിടുന്നെങ്കിലും കേൾക്കുന്നതോ നമ്മളുടെ മനസ്സിൽ തോന്നുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് ഒരിക്കലും ദൈവവചനത്തിന്റെ പഠിപ്പീരോ പ്രസംഗമോ ആകുന്നില്ല. അത് യഥാർത്ഥത്തിൽ ദൈവവചനത്തോടുള്ള കൃത്യത, ഒരു ബഹുനിശ്ചയം നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ബഹുനിശ്ചയം നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അത് സത്യമായി ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളിൽ നിന്ന് അത് ലഭിക്കും. എന്നാൽ അതിലേറെ നാം ദൈവസന്നിധിയിൽ അനുസരിക്കുവാനായിട്ടുള്ളൊരു മനോഭാവത്തോടു കൂടി അനുസരണത്തിന്റെ വഴിയിൽ നാം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചനത്തിന്റെ സത്യങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നാം പലപ്പോഴും അത് ചിന്തിച്ചിട്ടുള്ളതാണ്. തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ, ദുരുപദേശവും കള്ളപ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ആരും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ആവശ്യമില്ല, കാരണം നിങ്ങളിലുള്ള അഭിഷേകം തന്നെ അത് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ് നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള ബോധ്യങ്ങൾ കൃത്യമായി നൽകുന്നത്. പക്ഷേ കേവലം പഠിക്കേണ്ടതിന് വേണ്ടി നാം പഠിക്കുവാൻ പോയാലൊന്നും അത് നമുക്ക് ലഭ്യമാകുകയില്ല. നാം പഠിക്കുന്നത് അത് നമ്മളുടെ വിശ്വാസമായി പരിണമിക്കുന്നതിനും നമ്മളുടെ വിശ്വാസ ജീവിതത്തിനും നമ്മളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടി അനുസരണത്തിന്റെ പാതയിൽ നടക്കുന്നവർക്ക് മാത്രമേ അത് ദൈവം അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അറിഞ്ഞിട്ടുള്ള സത്യങ്ങളെ അനുസരിക്കുവാനും അതിന് എന്ത് വില കൊടുക്കുവാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് ദൈവാത്മാവ് അത്തരം കാര്യങ്ങളിൽ നമ്മെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. അപ്പോൾ ബഹുനിശ്ചയത്തോടു കൂടിയുള്ള ഒരു വചനമായിരിക്കണം നാം ആരോട് എപ്പോൾ പറഞ്ഞാലും പറയേണ്ടത്. ഇത് പലപ്പോഴും സഭയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ വചനം പ്രസംഗിക്കുന്നവർക്ക് മാത്രം അല്ല ഇത് ബാധകമായിരിക്കുന്നത്, മറിച്ച് ഇത് ദൈവവചനം കയ്യിലെടുക്കുന്നതായിട്ടുള്ള ഏതൊരാൾക്കും ഇത് ബാധകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്രമാണം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ കേവലം നമ്മുടെ വാക്കുകളല്ല, മറിച്ച് അത് വചനമാകണമെങ്കിൽ, വാക്കുകൾ വചനമാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ ആണെങ്കിൽ മാത്രമേ അത് അങ്ങനെ ആവുകയുള്ളൂ. പിന്നെ അവിടെ ഒരു കുത്തും കോമയും ഒരു സെമിക്കോളൻ ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നതായ അടുത്ത വാചകം വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നറിയുന്നുവല്ലോ. അപ്പോൾ ഈ സുവിശേഷം വാക്കുകളായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്യം പൂർത്തിയാക്കാതെ അവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നറിയുന്നുവല്ലോ. അപ്പോൾ ഈ വചനപ്രസംഗവും പ്രസംഗിക്കുന്നവരുടെ ജീവിതവും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവിടെ അവിടുത്തെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അത് ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്.
അപ്പോൾ ഇന്ന് വചനം പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചൊക്കെ വചനം പ്രസംഗിക്കുക എന്നുള്ള എളുപ്പമല്ല, വാക്കുകൾ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. വചനമാകണമെങ്കിൽ അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവും ശക്തിയും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു തന്ന് അത് പ്രസംഗിക്കേണ്ടും വണ്ണം പ്രസംഗിക്കുമ്പോഴാണ് അത് വചനമായി തീരുന്നത്. എന്നാൽ നമുക്ക് ബൈബിളിലെ വാക്കുകൾ എടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും, വചനമല്ലാതെ തന്നെ. നമ്മളുടെ ജീവിതം അനുസരിക്കുവാനായിട്ടുള്ള നമ്മുടെ സമർപ്പണം, നമ്മുടെ മനോഭാവം, നമ്മളുടെ ആത്മീയ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വചനപ്രസംഗം ഇരിക്കുന്നത്. നമുക്ക് തോന്നിയതുപോലെ നമ്മളുടെ ജീവിതം നയിക്കുവാനും അതിനുശേഷം അതിന് വിരുദ്ധമായി വലിയ പ്രമാണങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഒരിക്കലും കഴിയുന്നതല്ല. ഇത് രണ്ടും തമ്മിൽ തീർച്ചയായിട്ടും വളരെ യോജിച്ചാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ കിടക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പല ഉപദേഷ്ടാക്കന്മാരും അവര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ ജീവിതത്തെ നോക്കേണ്ട, മറിച്ച് ഞാനൊരു ഉപദേഷ്ടാവാണ്, എൻ്റെ ജീവിതത്തെ നിങ്ങൾ നോക്കരുത്, ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ മതി എന്നുള്ള നിലപാടെടുക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്കറിയാം. പ്രിയമുള്ളവർ, അങ്ങനെയൊന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായ യോഗ്യതകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കും എടുത്ത് അങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല ദൈവത്തിന്റെ വചനം എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഉപദേശിപ്പാൻ സമർത്ഥൻ ആയിരിക്കണം എന്ന് ശുശ്രൂഷകന്മാരോട് പറയുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അനേക യോഗ്യതകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തെ നിങ്ങൾ നോക്കേണ്ട, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് അതിനൊരു വചനം അവർക്കുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ പൊതുജനത്തോട് പറഞ്ഞു, പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേട്ടു, പക്ഷെ അവരുടെ ജീവിതത്തെ നിങ്ങൾ അനുകരിക്കരുത്, അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. പ്രിയമുള്ളവരെ, അതൊന്നും ദൈവസഭയിൽ ബാധകമായിട്ടുള്ളതോ ദൈവസഭയിൽ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നതുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, യാതൊരു മാതൃകയും ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഒരു പുച്ഛത്തോടു കൂടി മാത്രമേ അങ്ങനെയുള്ള ആളുകളെ അടുത്തറിയാവുന്നവർക്ക് അത് കേൾക്കുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ യൂട്യൂബിലും ടി വിയിലുമൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകളെയാണ് ശ്രദ്ധിക്കുന്നത്, അവരുടെ ജീവിതത്തെ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് അവസരങ്ങളില്ല. ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ വളരെ കാര്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല, പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ അധാർമിക ജീവിതത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരാളാണ് അവര് എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടു. ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ പ്രസംഗം, കേൾവി എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരുടെ ജീവിതവുമായിട്ട് കൂടി വളരെയേറെ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു സഭയിലാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ പ്രസംഗങ്ങൾ ഉള്ളത്, സഭയോട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ആളുകളാണുള്ളത്. എന്നാൽ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരം വന്നതോടുകൂടി ആർക്കും ആരെയും കേൾക്കാം, ഒരു സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ അല്ലാതെ ആർക്കും ആരെയും കേട്ട് എന്തും വിശ്വസിക്കാം, ഏതു വഴിക്കും പോകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഈ വാക്കുകൾ, ദൈവവചനത്തിലുള്ള ഒരാളുടെ ബുദ്ധിപരമായിട്ടുള്ള അറിവും അവരുടെ പ്രസംഗ പാഠവുമാണ് യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിക്കുന്നത്. അതിനെക്കുറിച്ച് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ കർണരസമാകുമാറ് ഉപദേഷ്ടക്കന്മാരെ, അതായത് കേൾക്കാൻ ഇമ്പമുള്ള നിലയിൽ പ്രസംഗിക്കുന്ന ആളുകളെ അവരുടെ ഉപദേഷ്ടക്കന്മാരുടെ പെരുപ്പിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കേൾക്കുവാൻ ഇമ്പമാണോ, നല്ല പ്രസംഗം നടത്തുവാൻ കഴിയുന്ന ആളുകളാണോ എന്നുള്ളതല്ല നാം പ്രസംഗം കേൾക്കുന്നതിൻ്റെ ആധാരമായിരിക്കുന്നത്. ഒന്ന്, ദൈവവചനത്തിന്റെ ശുദ്ധമായ പഠിപ്പിക്കൽ. രണ്ട്, ആ പ്രസംഗവും ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും വളരെ പ്രസക്തമായ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയല്ലാത്തതായിട്ടുള്ള പ്രസംഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ചെവിക്ക് വളരെ ഇമ്പമായി തോന്നാം, പക്ഷെ അതൊന്നും അങ്ങനെ വലിയ പ്രയോജനമായിട്ട് നമുക്ക് തീർന്നുകൊള്ളണം എന്ന് ഇല്ല. പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായിട്ടും
പറയുവാനായിട്ട് കഴിയും. അവിടെ പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ, അതായത് പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, തൻ്റെ കൂട്ടാളികളായിരിക്കുന്ന, പ്രത്യേകിച്ച് ലേഖനം ആരംഭിക്കുമ്പോൾ 3 പേരുടെ പേര് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. സിൽവാനോസ്, തിമോത്തിയോസ്, ഈ 2 പേരുടെയും കൂടെ പേര് ചേർത്ത് പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലന്റെ പേരിനോടൊപ്പം. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ മാത്രമല്ല, അവരോടുകൂടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടുള്ള എല്ലാവരും അതിനകത്ത് വരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പ്രസംഗം കേൾക്കുന്നവരുടെ ഇടയിലുള്ള ജീവിതവും വളരെയേറെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. 6-ാമത്തെ വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ഇത് വെറുതെ കേവലം കേട്ട് അങ്ങ് വിശ്വസിച്ച് പോവുക എന്നുള്ളത് ആയിരുന്നില്ല. അവർ കേട്ട് വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് അവർ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒക്കെ കുഴപ്പമില്ല, അതൊക്കെ പ്രശ്നമില്ല. എന്നാൽ നമുക്ക് പ്രതികൂലമായോ നമ്മുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നാം എങ്ങനെ ദൈവവചനത്തെ സ്വീകരിക്കുന്നു, സ്വീകരിച്ച ദൈവവചനത്തിൽ നാം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ദൈവസ്നേഹത്തെയും സമർപ്പണത്തെയും കാണിക്കുന്നത്. ഒരാൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, ഞാൻ ആയുഷ്കാലം മുഴുവൻ ആ കർത്തൃത്വത്തിന് കീഴിൽ നിന്നുകൊള്ളാം, മരണത്തിന് പോലും യാതൊന്നിനും ആ കർത്താവിൻ്റെ എൻ്റെ മേലുള്ള അധികാരത്തിൽ നിന്നും എന്നെ മാറ്റുവാൻ കഴിയുകയില്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ്, അറിഞ്ഞോ അറിയാതെയോ, നാം ആ തീരുമാനം എടുക്കുന്നത്. എന്നാൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇന്ന് ലോകത്ത് നാം കാണുന്ന അനേകരും അവരുടെ വിശ്വാസം വിട്ട് അവര് പോകുന്നതായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട്, കേവലം കഷ്ടം സഹിക്കുക എന്നുള്ളതല്ല, ബഹുകഷ്ടം, ആ കഷ്ടത്തിന്റെ ബഹുവിധമായ കഷ്ടങ്ങൾ എന്നും, അല്ലെങ്കിൽ ആ കഷ്ടത്തിന്റെ ആധിക്യം എന്നും നമുക്കതിനെ കണക്കാക്കുവാനായിട്ട് കഴിയും. അതൊക്കെ സഹിച്ചെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ, ആത്മാവിനാൽ അവരിലേക്ക്, പരിശുദ്ധാത്മാവോട് കൂടെ അവരിലേക്ക് ചെന്നതായിട്ടുള്ള വചനം ആത്മാവിന്റെ സന്തോഷത്തോടെ അവർ കൈക്കൊണ്ട് അവര് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അവിടെയും പൗലോസ് അപ്പോസ്തലൻ തൊട്ടു മുമ്പ് പറഞ്ഞതായിട്ടുള്ള വാക്യത്തെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ധൈര്യമായിട്ട് തന്റെ ലേഖനങ്ങളിൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതായുള്ളൊരു കാര്യം, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമെന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറയുമ്പോൾ, നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾ അനുകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ജീവിത മാതൃകയുള്ളവരായിരിക്കണം എന്നും അതിനകത്ത് വളരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൊട്ടു മുമ്പിലുള്ള വാക്യവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവല്ലോ. മറ്റുള്ളവർക്ക് അനുകരിക്കുവാൻ കഴിയുന്ന മാതൃകകളില്ലാതെ നമ്മുടെ താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അനുസരിച്ച് ജീവിച്ചിട്ട് ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് നമുക്കൊരിക്കലും കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് കേവലം വാക്കുകളായിട്ട് മാത്രം കാണുകയോ മനസ്സിലാക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ബഹുനിശ്ചയത്തോടും കൂടെ വരുന്നതായിട്ടുള്ള വാക്കുകൾ, അത് വചനമായിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അത് കൈക്കൊള്ളുവാനും, അതുപോലെ അത് നമ്മളുടെ വിശ്വാസമായി പരിണമിച്ചിട്ട് അത് നമുക്ക് പ്രയോജനമായി തീരുവാനും ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം പലരോടും സംസാരിക്കുന്നവരായിട്ടുള്ള നാം എല്ലാവരും അതിന് കഴിയുന്നതായ, അതിനോട് ചേർന്ന് നമ്മളിൽ ഉളവാകേണ്ടതായിട്ടുള്ള ജീവിത മാതൃകയും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് അനുദിനം രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുമാറാകട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.